അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ സ്വന്തക്കാരും അത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകുവാൻ പുറപ്പെട്ടു. കാരണം അവനു സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അവർ കേട്ടിരുന്നു. ചില മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമാണോ? ഹാപ്പിയാണോ? എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നിങ്ങളെല്ലാം നല്ല അനുഗ്രഹമുള്ള മക്കളായി തീരണം. ഈ വചനത്തിൽ കേട്ടതുപോലെ അമ്മയ്ക്ക് സ്വയബോധമില്ല എന്ന് അമ്മയുടെ ബന്ധുക്കളൊക്കെ വന്ന് അമ്മയെ പിടിച്ചുകൊണ്ട് പോവാൻ വന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഈ ഗസമന്തോട്ടത്തിൽ ഇവിടെ കാറൊക്കെ കൊണ്ടുവന്നു അമ്മയും എന്തൊക്കെയോ പറയണു. അവളെന്തോ സ്ഥിരതയില്ലാതെ പറയണു. ഇതൊക്കെ അമ്മ നടന്നതാണ്. പക്ഷേ അവർക്കത് കേട്ടപ്പോൾ ഒക്കെ ഒന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ വീട്ടുകാർക്കൊന്നും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അത് അവർക്ക് അങ്ങനെയാണ്. അതൊന്നും ഇവള് എന്തൊക്കെയോ പറയണു, ഒന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതൊക്കെ അമ്മ പറഞ്ഞുകൊണ്ട് കടന്ന എൻ്റെ ജീവിതത്തിൽ ഈ ബൈബിളിൽ നടക്കുന്ന കഥയെല്ലാം അമ്മയുടെ ജീവിതത്തിൽ വന്ന കഥയാണ് മക്കളെ. ഇപ്പോൾ ഇതിൽ കുറേ സപ്പോർട്ടാണ് അമ്മ കാണിക്കുന്നത്. എൻ്റെ ചില മക്കളെ ഇന്നലെ അമ്മ യൂട്യൂബ് ഇട്ടിട്ട് അമ്മ ഇവിടെ പോയി, അമ്മ പാറശാലയൊക്കെ പോയി. എന്ന് വെച്ചാൽ ഗ്യാസ് കമ്പനിയിൽ പുതിയ നമ്പറൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെ അമ്മ പോയി, ഗ്യാസ് കമ്പനിയിൽ പോയി. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നല്ലതായിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞ് എന്തിനാ അമ്മമാർക്ക് എന്ത് ചെയ്യണം, എല്ലാ മക്കൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം അല്ലേ. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. നമ്മളെന്തെങ്കിലും വായിൽ വയ്ക്കുമ്പോൾ എൻ്റെ മക്കളെല്ലാം കഴിച്ചോ, ഇങ്ങനെയൊക്കെ നമ്മളൊരു ചിന്ത വരും. പാവപ്പെട്ട മക്കൾ കഴിച്ചോ, അമ്മയ്ക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ടെന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ എല്ലാവരെയും അമ്മയല്ലേ. അതാണ് ഇപ്പോൾ എൻ്റെ സ്വന്തം മക്കളൊക്കെ ശ്രദ്ധിക്കുന്നതിനെ കാര്യം എനിക്ക് തോന്നുന്നു, എൻ്റെ മക്കളെല്ലാം കഴിച്ചോ, ഒന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മക്കൾക്കെല്ലാം ആഹാരങ്ങളൊക്കെ കിട്ടണേന്ന് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ചില മക്കൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടൊക്കെ ഇത് അമ്മയ്ക്ക് എനിക്ക് തരണം. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മളെ പാറശാലയിൽ ബ്ലോക്ക് മെമ്പറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ജയിച്ച അവരെ ഒരു കാർബോർഡ് അവിടെ പടത്തിൻ്റെ ആ ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞതിൻ്റെ അതിൻ്റെ വലിയൊരു പ്ലസ് ബോർഡ് അവിടെ വച്ചിരുന്നു. അതിനെ എടുത്തുകൊണ്ട് അവർ വീട്ടിൽ വെച്ചിരുന്നു. അപ്പോൾ അതിനെ മറച്ച് വെച്ചിട്ട് അതിൽ ഈ അടത്തിടാൻ കരുതിയാൻ കൊണ്ടുവച്ചു. അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്ത് ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് പറഞ്ഞ്, മക്കളെ വന്ന് ഇതൊന്ന് അടയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വാക്കില്ല. എന്നൊരു കിണറുണ്ടായിരുന്നു, ആ കിണറ്റിൻ്റെ മുകളിൽ അമ്മ ഇത് കയറി തോട്ടം കൊണ്ട് അടക്കുകയായിരുന്നു. അപ്പോൾ അടക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, കാൽ വഴുതി എന്ത് ചെയ്ത് അമ്മ വന്ന് വീഴുന്നത് ഇങ്ങനെ ചവിട്ടി നിന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അതാണ് മക്കളെ പറയണേ, ദൈവം കാക്കണവൻ, നമ്മളെ ശക്തമായി കാക്കണവൻ. നമ്മളെ കാൽ വഴുതി വീഴുന്നാൽ പോലും നമ്മളെ താങ്ങണ ദൈവമാണ് മക്കളെ. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, നമുക്ക് സ്വയം നമ്മൾ വീഴുന്ന എന്തെങ്കിലും നമുക്കൊന്ന് സംഭവിച്ചാൽ അത് ദൈവം ഇഷ്ടമാണ്, നമ്മളെ ദൈവം കൊണ്ടുപോകാൻ ചെയ്യണതാണ്. അല്ലാതെ നമ്മൾ ചെയ്യണതെല്ലാം നമ്മൾ തെറ്റാണെന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് ഈ സംഭവം വന്നത്. പക്ഷെ അമ്മ തറയിൽ ആ കിണറ്റിൽ നിന്ന് ഇങ്ങനെ കാൽ വഴി വീഴുന്നപ്പം വീഴുന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് അവിടെ കല്ലൊക്കെ ഉണ്ടായിരുന്നു, വീടൊക്കെ ചെവരൊക്കെ ചേർന്നാണ് ഇരുന്നത്, കിണറും ചെവരും ഒക്കെ ചേർന്ന്. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു, അമ്മയ്ക്ക് വലിയൊരു ആപത്ത് സംഭവിക്കുന്നു. അപ്പോൾ അമ്മയെ ദൈവം കാത്ത്, അത്രയ്ക്ക് കൃഷ്ണമണി പോലെ കാത്ത് അമ്മയെ ദൈവം കാല് വഴുതാതെ വീഴുന്നു. അമ്മ 2 കാല് ഊന്നി അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര സുരക്ഷിതമായ ദൈവം കാത്തു. അതാണ് അമ്മ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ എല്ലാവരെയും കാക്കും മക്കളെ. ദൈവം കാക്കണവനാണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എന്നെ ഒരാപത്തും വരാതെ എന്നെ കാക്കണം, എനിക്ക് മാലാഖയിൽ കാവൽ നിർത്തണം. ഇങ്ങനെയൊക്കെ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് കാവലുണ്ട്. ഇതേപോലെ ശക്തനായി താങ്ങാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ മക്കളെ? ഇല്ല, ദൈവത്തെ കൊണ്ടേ കഴിയൂ. പക്ഷേ അമ്മയുടെ ജീവൻ എടുത്തുകൊണ്ട് പോയി അമ്മ പേടിക്കുമോ മക്കളെ? ഇല്ല, അമ്മ പേടിക്കില്ല മക്കളെ. എന്നുവെച്ചാൽ പേടിക്കാൻ പാടില്ല. നമ്മളെ ജീവൻ തന്നതും എടുക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റായ ഇതൊന്നും ആരും ചെയ്യണ്ട. അതാണ് അമ്മ ഇത്രയും ഇതായിട്ട് അമ്മ പിന്നെയും എടുത്തു പറയണത്. എൻ്റെ ചെല്ല മക്കളുകൾ ജീവിക്കണം. എന്ത് കഷ്ടം വന്നാലും എൻ്റെ ചെല്ല മക്കളുകൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മകനേ നീ എന്നെന്നും എൻ്റേതു മാത്രം എന്ന് പറയാൻ കാരണം വൈദികനെ അമ്മ മകനെന്ന് പറഞ്ഞു. അവൻ ഇനി എന്നും എനിക്കവൻ മകനാണ്. എൻ്റെ ജീവിതകാലം മൊത്തം അവൻ എൻ്റെ മോനാണ്. ആ വൈദികൻ എൻ്റെ മോനാണ്. എനിക്ക് വൈദികർക്ക് 1ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവനെ ജാതി പറഞ്ഞടിച്ചും ഒക്കെ. മക്കളെ ആരെയും ജാതി പറഞ്ഞടിക്കേണ്ട. എല്ലാവരുടെ ജീവനും ഒന്നാണ്. എല്ലാവരുടെ ശരീരത്തിൽ ഓടുന്ന ചോരയും ഒന്നാണ്. ആരെ ചോരയാണ് നമുക്കൊരാപത്ത് വരുമ്പോൾ അടയ്ക്കണമെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എല്ലാവരും ഒന്നാണ് മക്കളെ. വൈദികർക്ക് 1ാം സ്ഥാനം കൊടുക്കണം. എന്നെ ഇവിടെ ഗസമന്തോട്ടത്തിൽ എൻ്റെ യേശുവിനെ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ ക്ഷമിക്കും. എന്ന് വെച്ചാൽ അമ്മയിൽ ഒരുപാട് കുറവുണ്ട് മക്കളെ. എന്ന് വെച്ചാൽ നമ്മളെ മന്ത്രി തന്നെ ഇപ്പം ഭരിക്കുമ്പോൾ എന്തെല്ലാം സങ്കടങ്ങൾ സഹിക്കണം. അപ്പോൾ അതൊക്കെ സഹിക്കണമെങ്കിൽ അതൊക്കെ ഒത്തിരി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അവർക്ക് പിന്നീട് അത് ചെയ്തിട്ടും ചിലയിടത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ വരുമ്പോൾ അവർ സഹിച്ച് നിൽക്കണം. അപ്പോൾ അമ്മയും ഒരു സ്ഥാനത്ത് വരുമ്പോൾ അമ്മയ്ക്കും അതൊക്കെ പിടിച്ച് നിൽക്കുവാൻ, ആ ഒരു വൈദികൻ്റെ ഈ വഴക്ക് കേൾക്കുമ്പോൾ നമ്മൾ തളരാതിരിക്കുവാൻ. അപ്പോൾ ആ ദൈവം
ഇങ്ങനെ പറയണതിന് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് വൈദ്യരെന്തെങ്കിലും പറഞ്ഞാൽ അത് നല്ലതിന് വേണ്ടിയാണ് മക്കളെ പറയണത്. അവർ നമ്മളിൽ ഓരോട് കുറവുകളുണ്ട്, ആ കുറവുകളെ തിരുത്തിക്കൊണ്ട് വരാൻ കരുതിയാണ് അവർ അത് പറയണത് മക്കളെ. അതുകൊണ്ട് വൈദ്യർ പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുക മക്കളെ. ദൈവം പറയാണ്, നമ്മളെ വൈദ്യരിൽ കൂടി ആര് പറയിപ്പിക്കണം? ദൈവം പറയണം. അതുകൊണ്ട് ഈ അമ്മ വൈദ്യരെന്തെങ്കിലും പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്ന് വെച്ചാൽ വൈദ്യം പറഞ്ഞോട്ടെ എന്നാണ് അമ്മ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോട് കുറവുകളുണ്ട്, ആ കുറവുകളെ അത് ഇങ്ങനെയല്ല അങ്ങനെ കൊണ്ടുവരണമെന്ന് വഴക്കിൽ കൂടി അവർക്ക് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റും. സ്നേഹിച്ചാൽ നമ്മൾ എന്തെങ്കിലും അവരെ തലയിൽ കയറിയിരിക്കില്ലേ? പിന്നെ ആളുകളെല്ലാം പറയും, അയ്യോ ഒരാളെ മാത്രം സ്നേഹിക്കണം എന്നുള്ള പരാതികൾ അവർക്ക് വരും. അതുകൊണ്ടാണ് അവർ ചില സ്നേഹമുള്ളവരോടുത്ത് അവർ ചില വഴക്കിൽ കൂടി അവർ നമുക്ക് ഉപദേശങ്ങൾ തന്നെ. അതുകൊണ്ട് വൈദ്യർക്ക് 1-ാം സ്ഥാനം കൊടുക്കണം മക്കളെ. അമ്മ പറയുകയാണ്, അമ്മയുടെ ഈ കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളുകളെല്ലാം അമ്മ വഴി തരണം. അവർക്ക് 1-ാം സ്ഥാനം വാങ്ങിച്ച് കൊടുക്കേണ്ടിയുണ്ട് മക്കളെ. വൈദ്യർക്ക് 1-ാം സ്ഥാനം കൊടുക്കേണ്ടിയുണ്ട്. ഇന്നലെ തന്നെ ഞാൻ നെടുവാമ്പളി പോകുമ്പോൾ ഒത്തിരി ഫ്ലക്സ് ബോർഡ് ഇങ്ങനെയൊക്കെ വച്ചിരിക്കുകയാണ്. അമ്മ എൻ്റെ ഭർത്താവിൻ്റെ പറഞ്ഞു അവിടെ ഒന്ന് നിർത്തിയിട്ട് അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ഫ്ലക്സ് ബോർഡ് എന്താണ് അപ്പം അത് ഒരു ശകലമേ അമ്മയ്ക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് കുറച്ചേ അമ്മയ്ക്ക് വായിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ വൈദ്യർക്ക് ഇനിയുള്ള മക്കൾക്ക് വൈദ്യരായിട്ട് വരാൻ മക്കളെ, ധൈര്യമായിട്ട് വൈദ്യരായി വരാം. നിങ്ങളെ ഇനി ആരും ഒന്നും ചെയ്യൂല. പിന്നെ നമുക്ക് മാലാഹയായിട്ട് സിസ്റ്ററായിട്ട് പഠിക്കാനുള്ള മക്കൾക്കൊക്കെ അങ്ങനെയും വരാം മക്കളെ. നമ്മളെ കുറവുകളെല്ലാം നികത്തി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് നിങ്ങൾ കൊച്ചിലെ തീരുമാനിക്കുക. അത് തീരുമാനിച്ച് നമുക്ക് വൈദ്യരെയൊക്കെ ഒരുപാട് കുറവുകളുണ്ട്, അപ്പോൾ അതൊക്കെ നികത്തി അവർക്ക് ഇനി ഒരു കുഴപ്പവും വരില്ല മക്കളെ. അത്രയ്ക്ക് അമ്മ അതിന് കാവൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇനി വൈദ്യർക്ക് കാവൽ, അവരൊന്നും പറയാതെയും അവർക്ക് സുരക്ഷിതത്വം ഒക്കെ അമ്മയിൽ കൂടിയൊക്കെ അതൊക്കെ വരും മക്കൾ. അതൊക്കെയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി ഒരു വൈദ്യനെ ഇനി പറയാമോ? പറഞ്ഞുകൂടാ. എൻ്റെ പിള്ളയെ അത്രയ്ക്കൊണ്ട് ഇവിടെ പാടുപെടുത്തിയതും പറഞ്ഞത്. അപ്പോൾ അത് അമ്മയ്ക്ക് സഹിച്ചില്ല. അങ്ങനെയാണ് ഒരു വൈദ്യൻ അമ്മയ്ക്ക് അമ്മ എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെ ഇനി ഒരു വൈദ്യൻ ആരും നമ്മൾ പറയണ്ട. പറഞ്ഞെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാപ്പ് ചോദിച്ച് നമ്മൾ ക്ഷമിക്കുക. അമ്മയും ഒത്തിരി പിണങ്ങിയിട്ടാണ് വൈദ്യരുമായിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അമ്മ ഒരു ഹിന്ദു അമ്മയായപ്പോൾ അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാലും അമ്മയ്ക്കറിയാം വൈദ്യൻ ദൈവമാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ഒരു സിസ്റ്റർ ഒരമ്മ മാലാഹയാണെന്ന് അമ്മയ്ക്കറിയാം. അവർക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. അപ്പോൾ സിസ്റ്ററിന് 1-ാം സ്ഥാനം കൊടുക്കണം, വൈദ്യന് 1-ാം സ്ഥാനം കൊടുക്കണം. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഹിന്ദു ആണെങ്കിലും അമ്മയ്ക്ക് അത് അറിയാമായിരുന്നു. അതുകൊണ്ട് ചെല്ല മക്കളുകളെ വൈദ്യരെന്തെങ്കിലും പറഞ്ഞിട്ട് ക്ഷമിക്കുക. അവർക്ക് 1-ാം സ്ഥാനം നമ്മൾ എല്ലായിടത്തും കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ചെല്ല മക്കളെല്ലാം പറഞ്ഞ പോലെ കരുണയുടെ സഹായം ആര് വരും അമ്മയ്ക്ക് തരണം. ഈ ഞായറാഴ്ച നാളെ ഇടാനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ചെല്ല മക്കളുകൾ എല്ലാം അമ്മയ്ക്ക് തരണം. യൂട്യൂബ് കാണാത്ത എല്ലാ മക്കളും യൂട്യൂബ് അങ്ങ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം മക്കളെ. പാവപ്പെട്ടവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ ദൈവമുണ്ട് മക്കളെ. എന്ന് വെച്ചാൽ അമ്മ അത്രയ്ക്ക് അമ്മ പറയുകയാണ്, പാവപ്പെട്ടവനെ ദൈവം അത്രയ്ക്ക് കാക്കണ ഒരു ദൈവമാണ് അമ്മയെ. ഇന്നലെ അമ്മ പറഞ്ഞു സപ്പോർട്ട് അടക്കുമ്പോൾ അങ്ങനെ കാൽ വഴുതിയാൽ പോലും താങ്ങണ ഒരു ദൈവം ഉണ്ട് മക്കളെ. ശക്തനായവൻ നമുക്കുണ്ട് മക്കളെ കൂടെ. അത് നമ്മൾ ചോദിക്കണം. നമ്മൾ വചനം വഴി നമ്മൾ ദൈവത്തിന് ഹൃദയത്തിൽ കൊണ്ടുവരണം. എല്ലാ ദിവസവും പള്ളിയിൽ അടുത്ത് പോകാൻ പറ്റുന്ന മക്കൾക്കെല്ലാം പള്ളിയിൽ പോകാം. ആ ദിവ്യകാരുണ്യം എഴുന്നള്ളി പ്രാർത്ഥിക്കണം. അത് ഈശോ തന്നെ മക്കൾ നമ്മളെ ഹൃദയത്തിൽ വരണത് അത് ഈശോ തന്നെ. നമുക്ക് എന്ത് ആവശ്യങ്ങളോ നമ്മൾ സങ്കടപ്പെട്ട് ചോദിക്കുമ്പോൾ കണ്ണീര് തുടച്ച് അല്ല ആരെങ്കിലും ഉണ്ടാ മക്കളെ? ആരുമില്ല. ദൈവമേ ഉള്ളൂ മക്കളെ. താങ്ങാനും തലോടാനും നമ്മളെ കണ്ണീര് തുടച്ചിട്ട് ചാടി അഴിക്കുവാനും ഒക്കെ നമുക്ക് ദൈവമേ ഉള്ളൂ മക്കളെ. അല്ല ആരുമില്ല. ആ കാരക്കോണത്ത് ആലിൻ്റെ മൂട്ടിൽ മീൻ വിൽക്കണ ഒരു വയസ്സായ ഒരു അമ്മ ഉണ്ട്. അമ്മയും മോളും കൂടെ ഇരുന്ന് മീൻ വിൽക്കുകയാണ് ഈ കാരക്കോണത്ത് ഈ ആലിൻ്റെ ഇവിടെ. അപ്പോൾ അമ്മ ഇന്നലെ കണ്ടപ്പം പറയാണ്, ഇപ്പോൾ അവരെയൊക്കെ ഞാൻ മറന്നു. ആരെയും മറന്നില്ല, പക്ഷേ അവർ കരഞ്ഞിട്ട് കണ്ണീര് തുടച്ചിട്ടാണ് മക്കളെ മീൻ വിൽക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് മീൻ പിടിക്കാൻ പോയപ്പം വള്ളത്തിൽ നിന്ന് വിഴുന്ന് മരിച്ച ഒരു വ്യക്തിയുടെ ഭാര്യയാണ് അവിടെ ഇരുന്ന് മീൻ വിൽക്കുന്നത്. അപ്പം അവരെ സഹനങ്ങൾ അവരെല്ലാം മറന്നിട്ട് സന്തോഷത്തോടെ ഇരുന്ന് മീൻ വിൽക്കുകയാണ്. എല്ലാവർക്കും ഉണ്ട് മക്കളെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ മക്കൾക്കും ഉണ്ട്. എത്രയും മക്കൾ മീൻ പിടിക്കാൻ പോയ മക്കളൊക്കെ കടലിൽ വീഴുന്ന് മരിച്ച് അവർ ഭാര്യമാർ കഷ്ടപ്പെടണം. ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് മക്കളും ഭാര്യയൊക്കെ ഒരുപാട് ഈ കടപ്പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളാണ് മക്കളെ കേൾക്കാൻ വേണ്ടി. പേപ്പറിൽ കൂടെ ആയാലും അമ്മയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ് വരും. അങ്ങനെ ഒത്തിരി കഷ്ടം. അവരൊക്കെ കരഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ജീവിക്കേണ്ടേ മക്കൾ? അവരൊക്കെ മരിക്കണമെന്ന് വെച്ചാൽ മരണം അപ്പോൾ ഇതാണെന്നൊക്കെ മരിക്കാം. പക്ഷേ ദൈവമായിട്ട് ഉയരെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ ആ കണ്ണീരെല്ലാം തുടച്ചിട്ട് എൻ്റെ ചില മക്കളെല്ലാം അന്നെന്നുള്ള ആഹാരത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ് മക്കളെ. അതുപോലെ നമുക്കും സന്തോഷമായിരിക്കാം. നമുക്ക് തന്ന ജീവൻ ദൈവം അത് തരുമ്പോഴേ നമുക്ക് എടുക്കാനുള്ള അവകാശമുള്ളൂ. അല്ല നമുക്ക് എടുക്കാൻ അവകാശമുണ്ടോ? ഇല്ല, ഒരിക്കലും നമുക്ക് എടുക്കാനുള്ള അവകാശം ഇല്ല.
എൻ്റെ ചെല്ല മക്കളെല്ലാം എൻ്റെ സ്വരം കേൾക്കണം, എല്ലാ മക്കളെല്ലാം സന്തോഷമായിരിക്കണം. കുടുംബം, നിങ്ങളുടെ കുടുംബത്തിനെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. നിങ്ങൾ സന്തോഷമായി നല്ല കുടുംബം മക്കളെ സ്നേഹിക്കണം. അപ്പം മക്കൾ വഴി നിങ്ങൾക്ക് നല്ലതുണ്ട് മക്കളെ, നല്ലതുണ്ട്. മക്കളെ സ്നേഹിക്കുമ്പം അവർ എവിടെ കൂടെയെങ്കിലും അവർ ജോലി ചെയ്യുന്നു, അവർ കഷ്ടപ്പെട്ടൊക്കെ നമ്മളെ അമ്മയും പപ്പയും അവർ സംരക്ഷണം, അവർ സുരക്ഷിതമായി അവർ സൂക്ഷിക്കും. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കണം. എൻ്റെ കടപ്പുറത്തെ മക്കൾ, എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഈ കരുണയുടെ സഹായത്തിന് അമ്മയ്ക്ക് കൈത്താങ്ങ് തരണം. എല്ലാ മക്കളും ഇറങ്ങി വരണം. എന്ന് വെച്ചാൽ കടപ്പുറത്തെ ഒരു മുത്തിനെയാണ് അമ്മ മകനായിട്ട് എടുത്തത്. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കൾ, അതുകൊണ്ട് എനിക്ക് ജാതി മതമൊക്കെ ഉണ്ടോ ഈ അമ്മയ്ക്ക്? ഇല്ല. എനിക്ക് ഒരു മതവും ജാതി മതവും ഒന്നുമില്ല. എല്ലാ മക്കളും എനിക്ക് ഒന്നുപോലെയാണ്. എല്ലാവരെയും എനിക്ക് സ്നേഹമാണ് മക്കളെ, സ്നേഹമാണ് മക്കളെ. ദൈവം ആ ദൈവത്തിനെ വേണം നമ്മൾ, സ്നേഹമായ ദൈവം, വചനം, അത് നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് വചനം നമ്മൾ ഒന്ന് ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തെ നമുക്ക് വീട്ടിൽ കൊണ്ട് നമ്മളെ മക്കൾക്കും എല്ലാവർക്കും അത് കൊടുക്കാം. ആരെയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം മക്കളെ. അല്ലെങ്കിൽ അവിടെ അടിയാവും, പ്രശ്നമാവും, കുത്താവും, കൊലയാവും, അങ്ങനെയൊക്കെ ഭയങ്കര ഇതിലോട്ട് പോകും. നമ്മൾ മാനസികമായി തകരും. അതുകൊണ്ട് നമ്മൾ ആരെയും എന്തെങ്കിലും പറയുമ്പോൾ ക്ഷമിക്കുമ്പം നമുക്ക് 100 അനുഗ്രഹങ്ങളാണ് ദൈവം തരുന്നത്. നമുക്ക് ഒരുപാട് വളർച്ച ഉണ്ടാകും. എൻ്റെ ചെല്ല മക്കളെല്ലാം എൻ്റെ സ്വരം കേൾക്കണം, എല്ലാ മക്കൾക്കും എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ. അന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സ്വരം നിർത്തുകയാണ് എൻ്റെ ചെല്ല മക്കളെ.